സാനന്ദരൂപം സകല പ്രബോധമാനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേശ്വരവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. അയോധ്യയിൽ നിന്ന് ശ്രീരാമനും സീതയും ലക്ഷ്മണനുമെല്ലാം തമസ നദിക്കരയിലെത്തി. എല്ലാവർക്കും നല്ല ക്ഷീണമുണ്ട്. ശ്രീരാമൻ ഒരു മരച്ചുവട്ടിൽ കിടന്നുറങ്ങി. ഒപ്പം സീതയും. സുരക്ഷാഭടന്മാരില്ല. ലക്ഷ്മണൻ വില്ലുമേന്തി അവർക്ക് കാവൽ നിന്നു. അയോധ്യാവാസികൾ ആകെ ഇളകി വന്നിരിക്കുകയല്ലേ. അവർക്ക് ശ്രീരാമനെ വിട്ടുപിരിയാൻ മനസ്സില്ല. അവർ രാമനോടൊപ്പം കഴിച്ചുകൂട്ടാൻ ആഗ്രഹിച്ചു. കാട്ടിൽ തന്നെ വിശ്രമിച്ചു. അവരെങ്ങനെ മടക്കിവിടും? അവർ ക്ലേശിക്കരുതെന്ന് രാമന് മോഹമുണ്ട്. എന്തു വേണം? ചിന്തയിലാണ്ടു. നേരം ഇരുട്ടി. ശ്രീരാമനും സീതയും ലക്ഷ്മണനും സുമന്ത്രരോടൊപ്പം രഥത്തിൽ കയറി. എന്നിട്ടോ അയോധ്യയ്ക്ക് നേരെ സഞ്ചരിച്ചു. പക്ഷേ ആ യാത്ര അയോധ്യയ്ക്കായിരുന്നോ? അല്ല. അയോധ്യാവാസികളെ താൻ അയോധ്യയ്ക്ക് മടങ്ങിപ്പോയതായി വിശ്വസിപ്പിക്കാൻ ഒരു കുറുക്കുവിദ്യ. മൂവരും അപ്രത്യക്ഷമായി. നേരം വെളുത്തു. രാമനെ അന്വേഷിച്ചു. കാണുന്നില്ല. എല്ലാവരും തേർവഴി നോക്കി അയോധ്യയിലേക്ക് മടങ്ങി. രാമൻ അവിടെ എത്തിയിട്ടില്ലെന്ന് അവിടെ ചെന്നാലല്ലേ അറിയൂ. സുമന്ത്രൻ രഥം നിർത്തി. അതാണ് മനോഹരമായ ശൃംഗവേര പട്ടണം. ഗംഗാനദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. എല്ലാവരും നദിയിലിറങ്ങി കുളിച്ചു. അരുവിക്കരയിലുള്ള അശോക വൃക്ഷത്തിന്റെ ചുവട്ടിൽ വിശ്രമിച്ചു. ശൃംഗവേരത്തിലെ രാജാവാണ് ഗുഹൻ. അദ്ദേഹം ശ്രീരാമ ഭക്തനാണ്. ശ്രീരാമ ലക്ഷ്മണന്മാരും സീതയും തന്റെ രാജ്യത്ത് വന്നിട്ടുണ്ടെന്ന വാർത്തയറിഞ്ഞ് സന്തോഷിച്ച് കാണാനെത്തി. തേനും പഴങ്ങളും കാഴ്ചവെച്ച് ഭക്തിപൂർവം ദണ്ഡ നമസ്കാരം ചെയ്തു. ശ്രീരാമൻ ഗുഹനെ എഴുന്നേൽപ്പിച്ച് പുണർന്നു. ആദിവാസി രാജാവാണ് ഗുഹൻ. ശ്രീരാമന്റെ സാന്നിധ്യം കൊണ്ട് തന്റെ ജന്മം സഫലമായെന്ന് അദ്ദേഹം കരുതി. ശ്രീരാമൻ തന്റെ രാജ്യത്ത് താമസിച്ച് അവിടം പാവനമാക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. പക്ഷേ ശ്രീരാമന് അതിഷ്ടമില്ലായിരുന്നു. അതിന് കാരണമുണ്ട്. 14 വർഷം വനത്തിൽ താമസിക്കണമെന്നാണല്ലോ ദശരഥന്റെ ആജ്ഞ. അതുകൊണ്ട് ഗൃഹത്തിലും ഗ്രാമത്തിലും താമസിക്കുന്നത് ആ ആജ്ഞയെ ധിക്കരിക്കലാവും. യാത്രാവേളയിൽ മരവുരി ഉടുത്ത് ഇറങ്ങിയത് സുഖത്തെ ത്യജിക്കാനാണ്. ഗുഹനെ കൊണ്ട് പേരാൽ പശ കൊണ്ടുവരിപ്പിച്ചു. രാമലക്ഷ്മണന്മാർ തലമുടിയിൽ അത് തേച്ച് പിടിപ്പിച്ച് ജടാമകുടം കെട്ടി. നാട്ടിൽ സ്വർണ്ണക്കിരീടവും കാട്ടിൽ ജട കൊണ്ടുള്ള കിരീടവും. രണ്ടും ശ്രീരാമൻ ഒരുപോലെയാണ്. ലക്ഷ്മണൻ ദർഭയും ഇലയും ചേർത്ത് വെച്ച് കിടക്ക തയ്യാറാക്കി. സീതയും രാമനും അതിൽ കിടന്നുറങ്ങി. പണ്ട് ചന്ദനക്കട്ടിലിൽ പട്ടുമെത്തിയിൽ ഉറങ്ങിയിരുന്നവൾ ഇന്ന് പുല്ലുമെത്തയിലാണ് ഉറക്കം. ശ്രീരാമനും സീതയ്ക്കും രണ്ടും ഒരുപോലെയാണ്. സുഖവും ദുഃഖവും സമഭാവത്തോടെ കാണാൻ അവർക്ക് കഴിയുന്നു. അതുകൊണ്ട് വനശയ്യ ആനന്ദവും ആശ്വാസവും അരുളുന്നു. ലക്ഷ്മണൻ സീതാരാമന്മാർക്ക് സംരക്ഷകനായി തന്റെ വില്ലു കുലച്ച് അല്പം അകലെ നിലകൊണ്ടു. ശ്രീരാമന്റെ കിടപ്പും ലക്ഷ്മണന്റെ നിൽപ്പും കണ്ടിട്ട് ഗുഹന്റെ കണ്ണുകൾ നിറഞ്ഞു. ഗുഹന് സഹിക്കാൻ കഴിയുന്നില്ല. കൈകേയിയോടും മന്ധരയോടും എല്ലാം ഗുഹന് വെറുപ്പ് തോന്നി. മന്ധരയുടെ കുബുദ്ധിയിൽ കുടുങ്ങി ഒരു രാജ്ഞി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് കൈകേയി ചെയ്തത്. ഗുഹന്റെ മനോവിഷമം കണ്ട് ലക്ഷ്മണൻ സാരോപദേശങ്ങൾ നൽകി ആശ്വസിപ്പിച്ചു. അത് കേട്ട് ഗുഹന്റെ മനസ്സിൽ ജ്ഞാനോദയമുണ്ടായി. നേരം വെളുത്തു. ഗുഹൻ തോണി കൊണ്ടുവന്നു. മൂവരും തോണിയിൽ കയറി ഗംഗാനദി കടന്ന് മറുകരയിലെത്തി. ഗുഹനൊരാഗ്രഹം. വനവാസക്കാലത്ത് ശ്രീരാമനെ സ്മരിച്ച് ശുശ്രൂഷിക്കാൻ അവസരം വേണം. പക്ഷേ ശ്രീരാമൻ അത് സമ്മതിച്ചില്ല. ആ ആഗ്രഹം ശരിയല്ലെന്ന് ശ്രീരാമൻ ഗുഹനെ ബോധ്യപ്പെടുത്തി. വനവാസം കഴിഞ്ഞ് വീണ്ടും വരാമെന്ന ഉറപ്പിൽ ഗുഹനെ സമാധാനിപ്പിച്ചു. രാമനും സീതയും ലക്ഷ്മണനും തോണിയിൽ നിന്നും ഇറങ്ങി. ഗുഹൻ തിരിച്ചുപോയി. മൂവരും കാട്ടിലൂടെ കുറച്ചു നടന്നു. ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിലെത്തി. മഹർഷി ശ്രീരാമനെ യഥാവിധി പൂജിച്ചു. ഒരു ദിവസം അവിടെ തങ്ങി.
പിറ്റേന്ന് രാവിലെ തന്നെ യമുന നദി കടന്നു ചിത്രകൂട പർവ്വതത്തിലെത്തി. അവിടെയാണ് വാത്മീകിയുടെ ആശ്രമം. പലതരം മൃഗങ്ങൾ ഓടി നടക്കുന്നു, പക്ഷികൾ പറന്നു കളിക്കുന്നു, പൂവും കായും തിങ്ങി നിൽക്കുന്ന വൃക്ഷലതാദികൾ. വാത്മീകിയുടെ ആശ്രമത്തിൽ എപ്പോഴും മുനിമാരെ തിരക്കാണ്. അവിടെ മുനിമാർ തിങ്ങിപ്പാർക്കുന്നു. ശ്രീരാമൻ വാത്മീകിയെ കണ്ട് വണങ്ങി. വാത്മീകിയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞൊഴുകി. രാമനെ ഭക്തിപൂർവ്വം പൂജിച്ച് ആദരിച്ചു. തേനും പഴങ്ങളും നൽകി സൽക്കരിച്ചു. വാത്മീകിക്ക് ശ്രീരാമന്റെ എല്ലാ കഥകളും അറിയാമായിരുന്നതുകൊണ്ട് കാട്ടിലേക്ക് വരാനുണ്ടായ കാരണങ്ങളൊന്നും തന്നെ വിവരിക്കേണ്ടി വന്നില്ല. കുറച്ചു കാലം ഈ ആശ്രമത്തിൽ താമസിക്കണം ശ്രീരാമൻ ആഗ്രഹം അറിയിച്ചു. അപ്പോഴാണ് തൻ്റെ വാസസ്ഥാനത്തിൻ്റെ മഹത്വം മഹർഷി ഓർത്തത്. നല്ല മനസ്സുകളാണ് ഭഗവാന്റെ വാസസ്ഥാനം. അവിടെ ഉരുവിടുന്ന രാമനാമം കേട്ടാൽ ഏതു മനുഷ്യനാണ് മോക്ഷം കിട്ടാത്തത്? വാത്മീകി മഹർഷി ആയത് തന്നെ ആ രാമനാമത്തിൻ്റെ മഹാത്മ്യം.